താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ അമ്മയെ നാട്ടിച്ചു. നമസ്കാരം. കഷ്ട എന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. തൃശൂർ കേരളവർമ്മ കോളേജ് വൈസ് പ്രിൻസിപ്പാൾ, ഇംഗ്ലീഷ് പ്രൊഫസർ, ഇംഗ്ലീഷ് സാഹിത്യത്തിൽ MA-യും MPhil-ഉം PhD-യും എല്ലാത്തിനും പുറമെ ഇംഗ്ലീഷിൽ കവിതയും എഴുതും. ആരാ? നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു മേഡം. ഈ ഡാൻസുകളൊക്കെ നിർത്തിയോ ചാച്ചി? മന്ത്രിപ്പണി പോയാലും ജീവിച്ചു പോവല്ലേ. മറ്റ് സംസ്ഥാനങ്ങളെ പോലെ കേരള സർക്കാരും നൈറ്റ് ക്ലബൊക്കെ തുടങ്ങുന്നു എന്ന് കേൾക്കുന്നുണ്ട്. കോളടിച്ചല്ലോ. ചാച്ചി, ഈ മന്ത്രിപ്പണിയിൽ അഭിരമിച്ച് ഇപ്പോൾ സംസാരിക്കുന്നത് നിങ്ങൾ കവിതാ സാഹിത്യത്തിലല്ലേ? പണ്ട് നിങ്ങൾ പറഞ്ഞ ആ ഇംഗ്ലീഷ് പ്രയോഗം ഇപ്പോഴും സോഷ്യൽ മീഡിയ പാടന്മാർ പാടി നടക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്നും ഞാൻ പറയുന്നതല്ല കേട്ടോ. എന്നാലിപ്പോ ആ കവിത എല്ലാം കൂടി ഒന്ന് ഒരു പുസ്തകമാക്കിയാലോ എന്നൊരു ആലോചനയുണ്ട്. ആ കവിതാ സമാഹാരത്തിന്റെ പേര് തുടക്കം ഇങ്ങനെ: വെർബൽ ഡയേറിയ, രചന ആലാപനം ആർ ബിന്ദു മേഡം. ഈ സഭയിലെ പുതിയ മെമ്പർ രാഹുൽ മാങ്കൂട്ടം ഇവിടെ ഒരു വെർബൽ ഡയറിയ കാഴ്ചവെക്കുകയുണ്ടായി. ബിന്ദു മേഡം ഒന്ന് നിൽക്കേ, ഇനി ബാക്കി ഞാൻ പൂരിപ്പിക്കാം. എടാ ചെറുക്ക, നിനക്കിന്ന് വെർബൽ ഡയേറിയ, നിന്റെ രോധനം കേട്ടാൽ ഞാനിന്ന് തിളക്കില്ല. ഉന്നത വിദ്യയുടെ ഉത്തുംഗ ശൃംഗത്തിൽ മന്ത്രിപ്പണി ചെയ്യുന്ന ഞാൻ നിന്റെ രോധനം കേട്ട് പതറില്ല, പഠിക്കില്ല. പോടാ ചെറുക്ക. പാടിപ്പാടി വരുമ്പോൾ ബിന്ദു മേഡം കൈവിട്ട് പോകുമോ എന്ന പേടി കൊണ്ട് ഈ സ്പീക്കർ തടയാനും ശ്രമിക്കുന്നുണ്ട്. ദാ നിങ്ങൾ കണ്ടോ. പ്ലീസ് മിനിസ്റ്റർ പറഞ്ഞ് അവസാനിപ്പിക്കൂ. അപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടം അദ്ദേഹം ഇവിടെ മിനിസ്റ്റർ പറഞ്ഞ് അവസാനിപ്പിക്കൂ. ഈ മന്ത്രിയുടെ നിലവാരം വെച്ച് എനിക്ക് ആ പണ്ടത്തെ ഉണ്ണിക്കുട്ടൻ കഥയാണ് ഓർമ്മ വരുന്നത്. വായെടുത്ത തെറി മാത്രം പറയുന്നു കുരുത്തം കെട്ട ഒരു ചെക്കൻ. ഉണ്ണിക്കുട്ടൻ എന്നാ പേര്. HMS സ്കൂളിൽ നിന്ന് ഇത് സഹിക്കാൻ വയ്യാതെ അച്ഛനെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. അച്ഛൻ HMന്റെ മുന്നിൽ വന്നു നിന്നു. കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് വരവേ ഉണ്ണിക്കുട്ടൻ്റെ മേലുള്ള കുറ്റപത്രം HM വായിച്ചു. ഇനി നിനക്കെന്തെങ്കിലും പറയാനുണ്ടോടോ? മാഷ് ഉണ്ണിക്കുട്ടനോട് ചോദിച്ചു. അവൻ വാ തുറക്കാൻ തുനിഞ്ഞപ്പോൾ അവൻ്റെ അച്ഛൻ സ്വന്തം തലയിൽ കൈവച്ചുകൊണ്ട് അവനെ മിണ്ടരുതേ എന്ന് തടയാൻ ശ്രമിക്കുന്നുണ്ട്. അവൻ വാ തുറന്ന ഉള്ള ഭവിഷ്യത്ത് അറിയുന്ന അച്ഛൻ ആകെ വെട്ടി വേർത്തു. കാരണം വാ തുറന്ന അവൻ്റെ വായിൽ നിന്ന് തെറിയേ വരുള്ളൂ. ബാക്കി നിങ്ങൾക്ക് പൂരിപ്പിക്കാം. ഈ കഥയെക്കുറിച്ച് അറിയാത്തവർ ഉണ്ണിക്കുട്ടൻ കഥയുടെ വാഗ്മികളോട് ചോദിക്കുക, നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ കിട്ടും. എനിക്ക് ഈ മന്ത്രിമാടത്തിനെ പോലെയല്ല, സഭ്യത ഉണ്ടെന്ന് അങ്ങോട്ട് വെച്ചോളൂ. മന്ത്രി കൊച്ചമ്മയുടെ വൈറൽ വെർബൽ ഡയേറിയ എന്ന് വെച്ചാൽ എന്താ? അതായത് വാചികമായ അതിസാരം. മനസ്സിലായില്ലേ? ഞാൻ താഴേക്ക് പോകണില്ല. ഇനി ഞാൻ വിശദീകരിക്കാൻ നിന്നാ ശരിയാവില്ല. എൻ്റെ അമ്മോ, നമ്മളില്ല കേട്ടോ. സതീശേട്ടാ, സമ്മതിക്കണ്ട, നിങ്ങൾ തുടങ്ങിക്കോ. രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുമ്പോൾ മൈക്കില്ലാതെ പറഞ്ഞത് പോടെ ചെറുക്കാന്നാണ് പറഞ്ഞത്. ഈ വഴിയെ പോയ പാമ്പിനെ എടുത്ത് വേണ്ടാത്തടത്ത് വെച്ചിട്ട് ഇനി പറഞ്ഞിട്ട് എന്താ മേഡം കാര്യം? അദ്ദേഹം ഇവിടെ മതി മാഡം, ഈ കുരങ്ങ് പാമ്പിനെ പിടിച്ച അവസ്ഥയായില്ലേ? അതങ്ങനെയാ മാഡം. ചെയ്യാത്തവൻ അത് ചെയ്താ തീ വേണ്ട, അമേധ്യം കൊണ്ട് ആറാട്ട. എന്റെ മകന്റെ പ്രായമുള്ള ഒരാൾക്ക് ഇങ്ങനെയൊക്കെ പറയാമെങ്കിൽ പിന്നെ എനിക്കും പറയാം കേട്ടോ. ഓ അത് ശരിയാ.
ഈ അമ്മമാരൊക്കെ പുള്ളന്മാരെ പൊതുസമൂഹത്തിന് മുന്നിൽ വിളിക്കുന്ന ഓമനപ്പേരല്ലേ ഇതൊക്കെ? അല്ല മാഡം, നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുമ്പോൾ മൈക്കില്ലാതെ പറഞ്ഞത് പോടാ ചെറുക്കാന്നാണ് പറഞ്ഞത്. ഈ സതീശൻ നുണ പറയുകയാണോ നമ്മളെ പ്രതിപക്ഷ നേതാവ്? ഞാൻ മൈക്ക് ഓഫായിരുന്ന സമയത്ത് ഇപ്രകാരം പറഞ്ഞു എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് 100% കള്ളമാണ്. അപ്പം നുണയന്മാരുടെ പൊതുമണ്ഡലമാണിത് അല്ലേ മന്ത്രി? നിരന്തരം കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ ഇപ്രകാരം പറഞ്ഞു എന്ന് ആളുകൾ വിശ്വസിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇല്ല മന്ത്രി, ഞാനിത് വിശ്വസിക്കൂല. ഇനി പ്രൊഫസർ പഠിച്ച ഇംഗ്ലീഷ് വെർബൽ ഡയറിയിൽ ഇത്തരം പ്രയോഗത്തിന് അമ്മാമകൻ ബന്ധമായിരിക്കും അല്ലേ മാഡം? അതെ, ഈ മന്ത്രിയുടെ വീട്ടിലെ മാങ്ങ പറിക്കാൻ വന്ന ചെക്കനല്ല രാഹുൽ മാങ്കൂട്ടം അല്ലേ? ഷാഫിക്ക ഒന്ന് പറഞ്ഞു കൊടുത്തോളി. ഒരു മന്ത്രി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് നേതൃത്വം നൽകേണ്ട, സാംസ്കാരിക രംഗത്ത് ഉന്നതമായ ഇടപെടൽ നടത്തേണ്ട ഒരു മന്ത്രി ഇന്നലെ നിയമസഭയിൽ നിന്നൊരു അംഗത്തെ നോക്കി പറയാണ് ഓടാ ചെക്കാന്ന്. ഒന്ന് ആലോചിച്ച് നോക്കണം. ആ അംഗം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പറമ്പിൽ മാങ്ങ പറിക്കാൻ പോയതല്ല. കേരള നിയമസഭയിൽ പാലക്കാട്ടെ ജനത റെക്കോർഡ് ഭൂരിപക്ഷത്തിന് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് അവരുടെ കാര്യങ്ങളും കേരളത്തിലെ ജനങ്ങളുടെ കാര്യവും പറയാൻ വേണ്ടി ചെന്നതാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, ഉന്നത കുല സ്ത്രീകളുടെ നിലവാരം പോലും നിങ്ങളുടെ മന്ത്രിപ്പണിയിൽ കാണിക്കുന്നില്ലല്ലോ. കഷ്ടം തന്നെ പ്രൊഫസർ. ഇതൊക്കെയാണെങ്കിലും നമ്മുടെ വീണ മാഡം വീണ്ടും ഡൽഹിക്ക് പറന്നുട്ടോ. നദ്ദയെ കാണാൻ കഴിഞ്ഞ തവണത്തെ പോലെ അല്ല, സത്യമായിട്ടും നദ്ദയെ കണ്ട്. പക്ഷേ ചങ്കരം പിന്നെയും തെങ്ങുമ്പോ തന്നെയാ. ബ്ലിങ്കസ്യ ആശാസമരത്തിൻ്റെ പ്രധാന കാര്യം മാത്രം അവിടെ മിണ്ടിയില്ലാത്രേ. സംഭവം ഇത്രയേ ഉള്ളൂ കേട്ടോ. എംപോറിയോ അർമാനി ബാഗ് എടുക്കാൻ മറന്നുപോയി അവര്. അതിലല്ലേ മാഡം ആശാസമര പ്രബന്ധം നിറച്ചിരിക്കുന്നത്. അതുകൊണ്ടെന്താ, ഒരു നാടകം കൂടി കളിച്ച് മാഡം മടങ്ങിന്ന് അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബ്ലിങ്ക് തുടരും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനബിൾ ചെയ്യാനും മറക്കരുത്.